നടി ശ്വേതാ മേനോനെതിരെ ഇപ്പോഴുണ്ടായിരിക്കുന്ന കേസ്, അതിന് പിന്നിൽ തികച്ചും ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇതിന് പിന്നിൽ കളിക്കുന്നത് ബാബുരാജ് ആണോ? അത്തരത്തിലുള്ള ചില വിവാദങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു വരികയാണ്. ഈ ചീഞ്ഞ കളി കളിക്കുന്നവർ എന്തിനു വേണ്ടി കളിക്കുന്നു? ഇനിയിപ്പോൾ അവർ കളിക്കുന്ന കളി അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ഒരു ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. ശ്വേതാ മേനോൻ നേരത്തെ അഭിനയിച്ച പല ചിത്രങ്ങൾ അത് മലയാളികളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്. സെൻസർ ബോർഡ് അനുമതിയോടുകൂടിയാണ് അതൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ അശ്ലീല രംഗങ്ങളാണെന്നുള്ള പരാതി തികച്ചും കെട്ടിച്ചമച്ചതാണെന്നുള്ളത് വളരെ വ്യക്തമായി ഏവർക്കും അറിയാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ താരത്തെ പിന്തുണച്ചുകൊണ്ട് നടി സീമാജി നായരും രംഗത്ത് വരികയാണ്. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറിലെ കഷ്ണങ്ങളായി ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും മാറരുതെന്നും, ഒരു സ്ഥാനത്തിന് വേണ്ടി എന്ത് ചീഞ്ഞ കളി കളിക്കുന്നവർ അത് അങ്ങനെ തന്നെ കളിക്കട്ടെ എന്നും, അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കുന്നു എന്ന തെറ്റ് മാത്രമാണ് ശ്വേത ജീവിതത്തിൽ ചെയ്തതെന്നുമാണ് സീമാജി നായർ പറഞ്ഞിരിക്കുന്നത്. സീമയുടെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: നമസ്കാരം. ഇന്നലെ വളരെയേറെ വിഷമമുണ്ടാക്കിയ ഒരു പ്രശ്നമാണ് ആരുടെയോ സ്വാർത്ഥ താല്പര്യം കൊണ്ട് പൊങ്ങി വന്നത്. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം തന്നെയുണ്ട്. അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് മനസ്സിലാകും. അമ്മയെ തകർത്തേ അടങ്ങൂ എന്ന് പിടിവാശി ചിലർക്ക്. കുറച്ച് പാവങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന മരുന്നിനും കൈനീട്ടത്തിനും വേണ്ടി കാത്തിരിക്കുന്നതുമുണ്ട്. അവരുടെ മനസ്സ് ഓർക്കേണ്ട, അമ്മ എന്ന പേര് പോലും വെളിയിൽ ഉച്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ തനകുലിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓരോ ദിവസവും ഇടിവെട്ടുന്ന സമയത്ത് വിഷക്കൂണുകൾ പൊങ്ങി വരുന്നത് പോലെ ഓരോന്ന് വരുന്നു. എത്ര മോശമായാണ് ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞത്. 14 വർഷത്തിന് മുന്നേ കയം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരുമിച്ച് കുറേ ദിവസം അന്ന് തുടങ്ങിയ സ്നേഹം എന്നും ഫോൺ ചെയ്തോ കണ്ടോ ഉള്ള ബന്ധമല്ല. ആദ്യമായി കണ്ട അന്നു മുതൽ ഒരേ രീതിയിൽ ഇടപെടുന്ന ചുരുക്കം ചിലരിൽ ഒരാൾ. അവരെക്കുറിച്ച് എത്ര വൃത്തികെട്ട രീതിയിലാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ, അവർ കുട്ടികളെ വഴിതെറ്റിക്കുന്ന വീഡിയോസ് ചെയ്യുന്നു. അയ്യോ, കേട്ടാലറയ്ക്കുന്ന വിവരങ്ങൾ. കളിമണ്ണോ പാലേരി മാണിക്യമോ കയമോ കാമസൂത്രയോ എന്തു തന്നെ ആയിക്കോട്ടെ, അതെല്ലാം നിയമവിധേയമായി സെൻസർ ബോർഡിന്റെ അംഗീകാരത്തോടെ റിലീസ് ചെയ്തവയാണ്. ഇനി അടുത്തത് പോൺ സൈറ്റിൽ വീഡിയോസ് ഉണ്ടെന്നും ആർക്കും ആരുടെ വീഡിയോയും മോർഫ് ചെയ്തിടാവുന്ന ഈ കാലഘട്ടത്തിൽ ബാൻ ചെയ്ത സൈറ്റിൽ പോയി മാറ്റുന്ന ആൾക്ക് മാത്രം ഇത് കാണാം, ഇതൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ ഏത് പൂട്ടും തുറക്കാവുന്ന ഒരു മഹാനാണോ ഇതെന്ന് അത്ഭുതപ്പെട്ടു പോയി. ബാൻ ചെയ്ത സാധനങ്ങൾ തുറന്നു കൊടുക്കാൻ കഴിവുള്ള ആൾക്കാർ ഇവിടെ ഉള്ളിടത്തോളം മാറ്റൻ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കുന്നു എന്ന തെറ്റാണ് ശ്വേത ചെയ്തത്. കുക്കു പരമേശ്വരനും ആ ഒരു തെറ്റാണ് ചെയ്തത്. ഏതു നീതിപീഠം വരെ പോയാലും അർഹിക്കുന്ന ശിക്ഷ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവർക്ക് വാങ്ങിക്കൊടുക്കണം. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിലെ കഷ്ണങ്ങളായി ശ്വേതയും കുക്കുവും മാറരുത്. ഒരു സ്ഥാനത്തിന് വേണ്ടി എന്ത് ചീഞ്ഞ കളിയും കളിക്കുന്നവർ കളിക്കട്ടെ, പക്ഷേ നിങ്ങൾ ജയിച്ചേ വരണം, മറ്റൊന്നും കൊണ്ടല്ല. അത്രയും മനസ്സ് വിഷമിക്കുന്ന കാര്യങ്ങളാണ് ഓരോ നാളിലും പുറത്തു വരുന്നത്. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ധൈര്യമായി മുന്നോട്ട് പോവുക, മുന്നോട്ട് പോയേ പറ്റൂ എന്നാണ് സീമാജി നായർ കുറിച്ചിരിക്കുന്നത്. അതേസമയം നടി ശ്വേതാ മേനോന് പിന്തുണയുമായി നിരവധി ആളുകളാണ് ഇതിന് പിന്നാലെ എത്തിയിട്ടുള്ളത്. നടൻ ദേവനും ഇത്തരത്തിൽ രംഗത്ത് വരികയാണ്. ശ്വേതാ മേനോനെതിരെയുള്ള പരാതി ചില പടങ്ങളിലെ സീനുകൾ വെച്ചിട്ടാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അത്തരം സീനുകൾ ശ്വേതാ മേനോന്റെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നതല്ല എന്നും, മറിച്ച് സിനിമയുടെ തിരക്കഥ ആവശ്യപ്പെടുന്നത് കൊണ്ടാണെന്നും നടൻ ദേവൻ പറയുകയുണ്ടായി. ശ്വേതയ്ക്ക് എല്ലാ പിന്തുണയും ഇതോടൊപ്പം അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ഇന്റിമേറ്റ് രംഗങ്ങളിൽ സെക്സ് കൂടിപ്പോയോ കുറഞ്ഞുപോയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല, മറിച്ച് സെൻസർ ബോർഡാണ്. സെൻസർ ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് ആ സിനിമകൾ ഇറങ്ങിയത്. വരാനിരിക്കുന്ന അമ്മ സംഘടനാ തിരഞ്ഞെടുപ്പ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ദേവനും ശ്വേതാ മേനോനുമാണ്. ശ്വേതാ മേനോനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് അമ്മ തകരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തിയാണ്. അത് അനുവദിക്കില്ല. ഇക്കാര്യത്തിൽ അമ്മയിലെ മുഴുവൻ അംഗങ്ങളും ശ്വേതാ മേനോനൊപ്പം തന്നെ ഉണ്ടാകും. ഞാൻ ഇന്ന് രാവിലെ തന്നെ അംഗങ്ങളെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. ശ്വേതയ്ക്കെതിരായ എഫ്ഐആർ ബുൾഷിറ്റാണ്, നോൺസെൻസ് ആണ് എന്നും ദേവൻ കൂട്ടിച്ചേർത്തു. കേസിൽ പറയുന്നത് പോലെയുള്ള ഒരു കലാകാരി അല്ല ശ്വേത എന്നും അദ്ദേഹം പറഞ്ഞു. പരാതിക്കാരൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്വേതയുടെ ഇമേജിനെ വികൃതമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണെന്നും ദേവൻ പറഞ്ഞു. അമ്മയെ തകർക്കാനുള്ള ഇത്തരം നീക്കങ്ങൾ വിജയിക്കില്ലെന്നും, മോഹൻലാൽ അടക്കമുള്ള വലിയ താരങ്ങൾ തന്നെയാണ് സ്ത്രീകൾ നയിക്കട്ടെ എന്ന് പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരുടെയും അഭിപ്രായം അതുതന്നെയാണ്. എന്നും സ്ത്രീകൾ വരുന്നത് മത്സരിച്ചായിരിക്കണമെന്നുള്ളത് അതുതന്നെയാണ് തന്റെയും നിലപാട്. അതേസമയം ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾക്ക് പിറകിൽ ബാബുരാജ് ആണോ എന്നുള്ളത് തനിക്കറിയില്ലെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. എന്തായിരുന്നാലും ദുരൂഹമായൊരു ഗൂഢപദ്ധതി ഇതിന് പിന്നിലുണ്ട്. അമ്മയുടെ പുതിയ കമ്മിറ്റി നിലവിൽ വന്ന ശേഷം ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് തങ്ങൾ കണ്ടെത്തുമെന്നും ദേവൻ പറഞ്ഞു. അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്നും അതിന്റെ രംഗങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു ശ്വേതാ മേനോനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. എന്തായിരുന്നാലും ഹൈക്കോടതിയിൽ ശ്വേത എത്തുകയും തുടർ നടപടികൾ സ്റ്റേ ചെയ്യുകയും ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകിയ എറണാകുളം CJM കോടതിയിൽ നിന്നും നടപടികൾ സംബന്ധിച്ച് ജസ്റ്റിസ് VG അരുൺ റിപ്പോർട്ട് നൽകി.
റിപ്പോർട്ട് തേടുകയുണ്ടായി. സർക്കാരിന് നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിന്റെ അന്വേഷണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും എഫ്ഐആർ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ശ്വേത മേനോൻ കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഇത് പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.